യമനിൽ കനത്ത നാശം വിതച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി അടക്കമുള്ള ഉന്നത ഹൂതി നേതൃത്വം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹൂതികൾ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടത്. ഒരു അപ്പാർട്ട്മെൻറ്റിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ അൽ റഹാവിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവരും കൊല്ലപ്പെട്ടെന്നാണ് യമൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യമനിൽ 2014 മുതൽ ആഭ്യന്തര യുദ്ധം തുടരുന്നു. തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാൻ്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹൂതികളാണ്. തെക്കൻ മേഖല ഭരിക്കുന്നത് ഏദൻ ആസ്ഥാനമായുള്ള പ്രസിഡന്റ് റഷാദ് അൽ അലീമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഈ സർക്കാരിന് അന്താരാഷ്ട്ര അംഗീകാരമുണ്ട്. ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത്. വ്യാഴാഴ്ച നടന്ന ആക്രമണം ഹൂതി രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ ഒരു യോഗത്തെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സാനയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അൽ റഹാവി കൊല്ലപ്പെട്ടതെന്ന് യമനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യോമാക്രമണത്തിൽ ഹൂതി പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അതിഫി, ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദ് അൽ കരീം അൽ ഹമാരി എന്നിവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മറ്റൊരാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. തലസ്ഥാനത്തിന് പുറത്തു നടന്നൊരു സമ്മേളനത്തിൽ ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അലി ഹൂതി പ്രസംഗിക്കുന്നതിനിടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ 10 മുതിർന്ന ഹൂതി മന്ത്രിമാരെ ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ സൈന്യം പറയുന്നു. കനത്ത വ്യോമ പ്രതിരോധം ഉണ്ടായിരുന്നിട്ടും കൃത്യമായി ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടെന്ന വാർത്ത ഹൂതികൾ നിഷേധിച്ചു. ഗാസയെ പിന്തുണച്ചതിന് യമനിലെ സിവിലിയന്മാരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ ആരോപിച്ചു. യമനിലെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ തലവൻ മഹ്ദി അൽ മഷാത്ത് ഇസ്രായേലിനെയും ട്രംപ് ഭരണകൂടത്തെയും പരിഹസിച്ചു. US സർക്കാരിനെ ഭ്രാന്തനെന്ന് വിളിക്കുകയും ഫലസ്തീനികൾക്കുള്ള പിന്തുണ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 28-ന് യമനിൽ ഇസ്രായേൽ നടത്തിയ 2ാമത്തെ ആക്രമണമായിരുന്നു ഇത്. ഹൂതികൾ ആദ്യമായി ഇസ്രായേലിന് നേരെ ക്ലസ്റ്റർ ബോംബ് വാർഹെഡുള്ള മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. തുടർന്നാണ് സനയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തുന്നത്.